എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ടാരോ റീഡിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി ആളുകൾ ഫേക്കായിട്ടുള്ള ഒത്തിരി ആളുകളെ സമീപിച്ചിട്ട് സാമ്പത്തികമായിട്ടും അല്ലാതെയുള്ള നഷ്ടങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് പറയാറുണ്ട്. നമ്മുടെ അടുത്ത് കൺസൾട്ടേഷൻ ചെയ്തിട്ട് ഉള്ള ആളുകൾ അവരുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ വിളിച്ചു പറയാറുണ്ട്. അറിയപ്പെടുന്ന ഒത്തിരി ആളുകൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തി ഇന്ന ചാനൽ അവരുടെ വീഡിയോ സഹിതം അയച്ചു പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം മറ്റൊന്നാണ്. എന്തായാലും നിങ്ങൾ സുരക്ഷിതരായിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് അത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോകാതിരിക്കാം. ഇവിടെ നമ്മൾ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ, നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളോ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങൾ സ്വയമായിരിക്കാം. ചൊവ്വാദോഷം എന്ന് പറയുന്നത്, ചൊവ്വാദോഷം മൂലം വിവാഹം മുടങ്ങിപ്പോയിട്ടുള്ളത്, വിവാഹം നടക്കാതിരിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ ഇത് അവരുടെ അറിവിലേക്കായിട്ടുള്ള കാര്യമാണ്. പല ജ്യോത്സ്യന്മാരും 10-40 ആളുകൾ 40-50 വയസ്സ് വരെ വിവാഹം കഴിക്കാതിരിക്കുന്നത് ചൊവ്വാദോഷമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ ജ്യോതിഷം എന്ന് പറയുന്നത്, അസ്ട്രോളജി വ്യക്തമായിട്ട് പഠിക്കാത്ത ആളുകൾ പല കാര്യങ്ങളും, പൊരുത്തം നോക്കുന്ന കാര്യത്തിനാണെങ്കിലും വ്യക്തത ആളുകൾക്കില്ല. കണ്ണടിച്ച് 10-ൽ ഇത്ര പൊരുത്തം എന്ന് പറയും. അത് ഏതൊക്കെ പൊരുത്തമാണ് എന്നതിനനുസരിച്ചിട്ടുണ്ട് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പറയുന്ന ചൊവ്വാദോഷത്തെക്കുറിച്ചാകുമ്പോൾ, ചൊവ്വാദോഷം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലത്തൊക്കെ വിവാഹം നടന്നിരുന്നത് 10, 20, 25 വയസ്സിലൊക്കെ, 25 വയസ്സിന് മുമ്പ് തന്നെ വിവാഹം എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു കാലത്തിൽ ചൊവ്വാദോഷത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ചൊവ്വാദോഷത്തിന് എന്തുകൊണ്ട് അത്രയും പ്രാധാന്യം ഇല്ല എന്ന് പറയുന്നതിന് കാര്യം, പലരും വിവാഹം കഴിക്കുന്നത് 25 വയസ്സിന് ശേഷമാണ്. ചൊവ്വാദോഷത്തിൻ്റെ ായിട്ടുള്ള ആ ദോഷഫലങ്ങൾ കുറഞ്ഞു വരുന്നത് 28 വയസ്സാകുമ്പോൾ ചൊവ്വാദോഷത്തിൻ്റെ ദോഷഫലങ്ങൾ കുറഞ്ഞു വരും. അതെന്തുകൊണ്ടാണ് 28 വയസ്സാകുമ്പോൾ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ 27 നക്ഷത്രങ്ങളാണുള്ളത് നമ്മൾ വേദിക് ആസ്ട്രോളജി ബേസിസിൽ പറയുകയാണെങ്കിൽ. ഈ 27 നക്ഷത്രങ്ങൾ നമ്മൾ 27 വയസ്സാകുമ്പോൾ നമ്മുടെ ആ ഒരു 27 നക്ഷത്രങ്ങൾ ചുറ്റും അതിൻ്റെ ലൈഫ് സൈക്കിൾ, ആ ഫുൾ ഓരോ വർഷം 27 നക്ഷത്രങ്ങൾ നമ്മൾ ചുറ്റിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ 28ാമത്തെ വർഷം അതിൻ്റെ ദോഷഫലങ്ങളായ കുറഞ്ഞു വരും. പല വ്യക്തമായിട്ട് അസ്ട്രോളജി പഠിച്ചിട്ടുള്ളവർക്ക്, വേദിക് അസ്ട്രോളജി അറിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്ന കാര്യമാണ്, ഒരു 35 വയസ്സായിട്ട് ചൊവ്വാദോഷമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ, അത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് പറയുന്നു എന്ന് മാത്രം. 35 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ ചൊവ്വാദോഷം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടാവും, വളരെയധികം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 35 വയസ്സിന് ശേഷം ആണ് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നത്. പിന്നെ അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ 28 വയസ്സ്, ഒരു 32 ഒക്കെ നിങ്ങളുടെ സ്വഭാവത്തിലോ രീതികളിലോ ഒക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുറച്ച് മെച്യൂറായിട്ടൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട്. ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അതിനനുസരിച്ചിട്ട് നിങ്ങളെ ബാധിക്കുന്നില്ല പൂർണ്ണമായിട്ടും. അത് എന്ന് നിങ്ങൾ അത്രയധികം സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞാൽ ചൊവ്വാദോഷം നോക്കേണ്ടതേ ഇല്ല. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള വേദിക് അസ്ട്രോളജി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പല ജ്യോത്സ്യന്മാരും ഇത് മറച്ചു വെച്ച് വീണ്ടും പണം സമ്പാദിക്കാറുണ്ട്. ജ്യോതിഷം അസ്ട്രോളജി എന്നൊരിതിനെ ആക്ഷേപിക്കുന്നതല്ല. കാരണം അസ്ട്രോളജി വ്യക്തമായിട്ട് അറിയുന്ന ആൾ ഇപ്പോഴും പറയാം അസ്ട്രോളജി തെറ്റാണ്, അതാണ് ഇതാണ്, ഒരു ശാസ്ത്രം എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ പറയില്ല. ബിക്കോസ് ഒരു സയൻറ്റിഫിക് ഫീൽഡിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി, സയൻറ്റിസ്റ്റായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, സയൻസ് എന്ന് പറയുന്നത് വെർ യു ക്യാൻ പ്രൂവ് ഇറ്റ്. ഇപ്പോൾ നമുക്കതൊന്നും പലതും ഡയറക്റ്റ്ലി പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു സയൻസ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അസ്ട്രോളജിക്ക് അതിൻ്റേതായിട്ടുള്ള സത്യങ്ങൾ ഉണ്ട്. പക്ഷെ അത് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന ആളുകൾ പലരും കണ്ണടച്ച് വെറുതെ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്ന പോലെ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് വേണ്ടുന്ന പ്രത്യേക കഴിവുകളൊന്നും തന്നെ ഇല്ലാതെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 35 വയസ്സിന് ശേഷം നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ചൊവ്വാദോഷം എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ കൂടുതൽ തർക്കിക്കാൻ പോകാതിരിക്കുക, അതുകൊണ്ട് കാര്യമില്ല. അവരുടേതായിട്ടുള്ള ബാലിഷ്യമായിട്ടുള്ള ന്യായങ്ങളുണ്ടാവും. പക്ഷേ 35 വയസ്സിന് ശേഷം അത് നോക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങളും മറ്റും നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം. നിങ്ങളുടെ കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് നിങ്ങൾ തന്നെ മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഏതായാലും നമ്മൾ ഒരു കാർഡ് കൂടി എടുക്കാം. നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ചോദ്യത്തിനുള്ളൊരു ഉത്തരം എന്നുള്ള രീതിയിൽ
8 ഓഫ് കപ്സ് എനർജി, സ്ട്രോങ് മെസ്സേജാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് ഇത് മനസ്സിലാക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റുന്നില്ല. കാലങ്ങളായിട്ട് അപ്പനപ്പന്മാരല്ലെങ്കിൽ അച്ഛൻ, അപ്പൂപ്പൻ, അവർക്ക് മുകളിലുള്ള ആളുകൾക്ക് ഇത് പറഞ്ഞ് കേട്ട് വന്നിട്ടുള്ള കാര്യം നിങ്ങൾക്കത് വിട്ടുകളയാൻ പറ്റുന്നൊരു കാര്യമല്ല. ബട്ട് 8 ഓഫ് കപ്സ് എനർജി മീൻസ് ലെറ്റ് ഇറ്റ് ഗോ, വിട്ടുകളയുക. ഇതാണ് സത്യം. വിട്ടുകളയേണ്ടത് വിട്ടുകളയുക. പഠിക്കുമ്പോൾ ലേൺ, റീലേൺ എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കുക. അൺലേൺ ആൻഡ് റീലേൺ എന്നുള്ളതാണ്, അതും ബാധകമാണ്. അതായത് പഠിച്ചത് നമ്മൾ അതങ്ങനെയല്ല എന്ന് മനസ്സിലാക്കി വീണ്ടും അത് മാറ്റി പുതിയതായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക വീണ്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി മുന്നോട്ട്, കാരണം ഇത് കേൾക്കുന്ന സമയത്ത് ഐ ഫീൽ ഒത്തിരി ആളുകൾ അതങ്ങനെയല്ല എന്ന് മൈൻഡിൽ അതങ്ങനെ ആവുമോ എന്നുള്ള സംശയങ്ങൾ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജാണ്. ടാരോ ഈസ് ഓൾസോ ട്രൂ. പക്ഷേ ഒത്തിരി പേര് ഇപ്പോൾ ടാരോ എന്ന് പറഞ്ഞത് വെറുതെ കാർഡ് എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നതാണ് എന്നുള്ളതല്ല. ടാരോ റീഡിങ് ചെയ്യുന്ന ആളുകൾ, ക്ലെയർവോയൻ്റ്, ഒത്തിരി പേര് ഇപ്പോൾ ക്ലെയർവോയൻ്റ് അല്ലെങ്കിൽ ഇൻറ്റ്യൂറ്റീവ് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ചാനലിൽ പല പല പേരുകളും വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് ഒരു ധാരണയുമില്ലാതെ സങ്കടം തോന്നാറുണ്ട്. കാരണം നമ്മളാണ് ഇത് ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ അത് എന്തോ ആണെന്ന് വിചാരിച്ചതും ഒരു സാധാരണ ഫാമിലി എന്ന പേരിൽ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന പോലെ എല്ലാ കോപ്രായങ്ങളും കാണിക്കുന്ന പോലെ ഒരു ഡിവിനേഷൻ മെത്തേഡും ഒരു കോപ്രായമാക്കി മാറ്റി വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നത് കാണുമ്പോൾ സങ്കടം വരാറുണ്ട്. പക്ഷേ നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള മനസ്സിലാക്കൽ, നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് നമ്മളിതിവിടെ നിർത്തുകയാണ്. താങ്ക് യു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.